നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയോട് എത്ര കൊമ്പ് കോർത്തിട്ട് മതിയായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാൾക്ക് നാൾ ഓരോ പ്രശ്നം ഇന്ത്യക്കുമേൽ സൃഷ്ടിക്കുന്നത്. അപ്പോഴും ഇന്ത്യക്കുമേൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നരേന്ദ്രമോദി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ മുന്നിൽ ട്രംപ് എന്തൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും അവയെല്ലാം ഒരു മുള്ളെടുത്തു കളയുന്ന ലാഘവത്തോടെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. കുടിയേറ്റക്കാരെ കയറ്റിവിട്ടും താരിഫിനുമേൽ താരിഫ് ചുമത്തിയും ഇന്ത്യയുടെ തോളിൽ കൈയിടുമ്പോൾ മറുവശത്ത് ഇന്ത്യയെ ദ്രോഹിക്കുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ഇപ്പോ അതാ വിസ വിഷയത്തിൽ മൊത്തത്തിൽ പണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. ഫാക്ട് ചെക്കിംഗ്, കണ്ടന്റ് മോഡറേഷൻ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർക്ക് വിസ നിഷേധിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം US എംബസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ പുതിയ നിയന്ത്രണം H1B വിസ ആശ്രയിക്കുന്ന ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകളെ കാര്യമായി ബാധിച്ചേക്കാം. അപ്പോഴും ഒരു കാര്യം പറയാം, അമേരിക്ക ഇന്ത്യക്കാർക്ക് നേരെ വാതിലുകൾ അടയ്ക്കുമ്പോൾ കാനഡ അവർക്കായി വാതിലുകൾ തുറന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യക്കാരെ പ്രതിസന്ധിയിലാക്കാമെന്ന ട്രംപിന്റെ ധാരണ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനി കാര്യത്തിലേക്ക് വന്നാൽ ഫാക്ട് ചെക്കിംഗ്, കണ്ടന്റ് മോഡറേഷൻ, നിയമപാലനം, ഓൺലൈൻ സുരക്ഷാ ജോലികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിസ അപേക്ഷകൾ നിരസിക്കാനാണ് US നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് എംബസി ഉദ്യോഗസ്ഥർക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിർദ്ദേശം നൽകിയത്. ഈ പുതിയ വിസ നിയന്ത്രണങ്ങൾക്ക് ടെക് മേഖലയിലെ വിദേശ തൊഴിലാളികളെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ കാര്യമായി ബാധിക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെമ്മോയിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ടെക് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിസ വിഭാഗമാണ് ഈ H1B വിസ. ഈ പുതിയ നിയമപ്രകാരം H1B വിസ അപേക്ഷകർക്ക് അവരുടെ മുൻ ജോലിയുടെ അടിസ്ഥാനത്തിൽ വിസ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. യുഎസിന്റെ പ്രതികരണങ്ങൾ സെൻസർഷിപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സെൻസർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോ ഉത്തരവാദികളായതോ അതിന് കൂട്ടുനിന്നവരോ ആയ ആർക്കും വിസ നിഷേധിക്കാൻ പുതിയ നിർദ്ദേശം കോൺസുലർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു എന്നാണ് ഉത്തരവ്. അതായത് മാധ്യമപ്രവർത്തകർക്കും വിനോദസഞ്ചാരികൾക്കും ഉൾപ്പെടെ എല്ലാ തരം വിസകൾക്കും ഈ നിർദ്ദേശം ബാധകമാകുമെന്ന് വാസ്തവം. എങ്കിലും ടെക്നോളജി, സോഷ്യൽ മീഡിയയിലെ മേഖലകൾ, വിദഗ്ധർ നൽകുന്ന H1B വിസകളെയാണ് ഇത് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അപേക്ഷകരുടെ പ്രൊഫഷണൽ ചരിത്രങ്ങൾ, ലിങ്ക് ഇൻ പ്രൊഫൈലുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവ ഫാക്ട് ചെക്കിംഗ്, കണ്ടന്റ് മോഡറേഷൻ, നിയമപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പങ്കാളിത്തമുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കും. ഇത്തരം റോളുകളിൽ പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ വിസ അയോഗ്യതയ്ക്ക് കാരണമാകും. H1B വിസ ഉടമകളിൽ ഏകദേശവും 70% പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. കണ്ടന്റ് മോഡറേഷൻ, ഫാക്ട് ചെക്കിംഗ്, ഓൺലൈൻ സേഫ്റ്റി ജോലികൾ എന്നിവ US ടെക് കമ്പനികൾ ഉൾപ്പെടെ പല കമ്പനികൾ വിദേശത്തു നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന റോളുകളാണ്. ഈ പുതിയ നിയമം, അതായത് ഈ പുതിയ നയം ആയിരക്കണക്കിന് ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകളുടെ US തൊഴിൽ സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. അമേരിക്കൻ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. അതായത് വാദിക്കാൻ പല വാദങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലൊന്നാണ് ഇത്. അമേരിക്കക്കാരെ സെൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്കെതിരെ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭരണകൂടം പ്രതിരോധിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കക്കാരെ നിശബ്ദരാക്കാൻ സെൻസർമാരായി പ്രവർത്തിക്കാൻ വരുന്ന വിദേശികളെ തങ്ങൾ പിന്തുണയ്ക്കില്ല എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി ജോലികളെ സെൻസർഷിപ്പായി കണക്കാക്കുന്നതിനെതിരെ ശക്തമായ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി എന്നത് കുട്ടികളെ ലൈംഗിക ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കങ്ങളെ തടയുക, തട്ടിപ്പുകളെ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ തടയുക തുടങ്ങിയ ജീവൻ രക്ഷിക്കുന്ന നിർണായക ജോലികൾ ഉൾപ്പെടുന്ന വിശാലമായ മേഖല കൂടിയാണിത്. ഈ രംഗത്തെ ആഗോള തൊഴിലാളികൾ അമേരിക്കക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഈ മേഖലയിൽ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഈ നയം കണ്ടന്റ് റെഗുലേഷനും രാഷ്ട്രീയ പക്ഷപാതത്വവും തമ്മിലുള്ള അതിർവരമ്പ് അവ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും എത്രയൊക്കെ ഇന്ത്യയെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പുതിയ നയങ്ങൾ കൊണ്ടുവന്നാൽ അതൊക്കെ മോദി തച്ചുടച്ച് ഇല്ലാണ്ടാക്കുമെന്ന ഒരു കാര്യത്തിലും സംശയമില്ല. ഇന്ത്യക്കുമേൽ, അതായത് ഇന്ത്യക്കാർക്കും മുന്നിൽ അവസരങ്ങളുടെ വാതിലുകൾ അമേരിക്ക അടച്ചിടുമ്പോൾ
മറ്റു രാജ്യങ്ങൾ, അതായത് കാനഡ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് നേർ, അതായത് യോഗ്യതയുള്ളവർക്കും കഴിവുള്ളവർക്കും നേർ വാതിലുകൾ തുറന്നിടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് എന്തൊക്കെ പണി കാണിച്ചാലും അവയെല്ലാം മോദി വെട്ടുക തന്നെ ചെയ്യും.